പല പട്ടണങ്ങളിലും നിന്ന് വന്നുകൂടിയ വലിയ ഒരു ജനക്കൂട്ടത്തോടെ ഉപമയിലൂടെ അവൻ അരുളി ചെയ്തു. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു. ആളുകൾ അത് ചവിട്ടിക്കളയുകയും പക്ഷികൾ വന്ന് തിന്നുകയും ചെയ്തു. ചിലത് പാറമേൽ വീണു. അത് മുളച്ച് വളർന്നെങ്കിലും നനവില്ലാതിരുന്നത് കൊണ്ട് ഉണങ്ങിപ്പോയി. ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. ചിലത് നല്ല നിലത്ത് വീണു. അത് വളർന്ന് 100 മേനി ഫലം പുറപ്പെടുവിച്ചു. തുടർന്ന് അവൻ സ്വരമുയർത്തി പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ ഉപമയുടെ അർത്ഥമെന്ത് എന്ന് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. മറ്റുള്ളവർക്കാകട്ടെ അവ ഉപമകളിലൂടെ നൽകപ്പെടുന്നു. അവർ കണ്ടിട്ടും കാണാതിരിക്കേണ്ടതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കേണ്ടതിനും വേണ്ടിയാണ് അത്. ഉപമ ഇതാണ്: വിത്ത് ദൈവവചനമാണ്. ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. ഇവരാണ് വഴിയരികിൽ വീണ വിത്ത്. പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു, എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു. മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കി കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ്. നല്ല നിലത്ത് വീണതോ വചനം കേട്ട് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് അത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ പീഠത്തിൽ വെക്കുന്നു. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല. അറിയപ്പെടാതെയും വെളിച്ചത്ത് വരാതെയും ഇരിക്കുന്ന രഹസ്യവുമില്ല. ആകയാൽ നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്നാൽ ഉള്ളവന് പിന്നെയും നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉണ്ടെന്ന് അവൻ വിചാരിക്കുന്നത് കൂടെയും എടുക്കപ്പെടും. ദൈവവചനമാണ് നാം കേട്ടത്. അപ്പൊ 4 തരത്തിലാണ്. ഒന്ന് വഴിയിൽ വീണിട്ട്, 2 വറപ്പുറത്ത്, 3 മുള്ളുകളുടെ ഇടയില്, 4 നല്ല നിലത്ത് വീണത്. നിങ്ങൾക്ക് ഇനി എന്ത് തോന്നുന്നു? ഏതിൽ പോയി വീഴണം? നല്ല നിലത്ത് വീണോ? ആ നല്ല നിലത്ത് വീണാല് വേര് പിടിക്കോ? നന്നായിട്ട് പോകും അടിയിലോട്ട്. ആ പേരാണ് കൃപ. ആ കൃപയിൽ വരുന്നത് അതാണ് നല്ല നിലത്ത് വീണ് പേര്. ഈ സാധനമാണ് കഴുകമെന്ന് വെട്ടിക്കളയുന്നത്. ആദ്യം വീഴുന്ന വിത്ത് വഴിയരിയില്ല. അതെല്ലാം അത് കോഴി, കാക്കയും യാത്രക്കാരെല്ലാം ചവിട്ടി നശിപ്പിക്കും. ഈ കൂട്ടരാണ് ദൈവനെ കേട്ട ഉടനെ അത് കഴിഞ്ഞ 12 നടക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് സാധാരണ ഒരാളുണ്ടോ? ഒറ്റപ്പെട്ട് 1 10 സഞ്ചയായിട്ട് അലറുന്ന ശ്രമമാണ് പത്രോസ്. പൗലോസ് ഞാൻ പറയുന്നത് അവനെ വായിന്ന് നിങ്ങൾ രക്ഷ. വെളിപ്പാട് 2:24 അവന് രഹസ്യങ്ങളുണ്ട്, രഹസ്യ പ്രബോധനങ്ങളുണ്ട്. 2:22-19 അവന് തന്ത്രങ്ങളുണ്ട്. എപ്പോ 6:11-12 അവന് സ്വർഗീയങ്ങൾ വസിക്കുന്ന ആത്മാക്കള് അവന്റെ കുട്ടില തന്ത്രങ്ങള്. അവന് കുട്ടില തന്ത്രങ്ങൾ അല്ല. അവൻ പെട്ടെന്ന് സർപ്പമായിട്ട് വന്നു, അവയുടെ വന്നു തിന്നാ നല്ല പഴം തിന്ന് ഇല്ലേ? ദൈവം പറ അങ്ങനെയൊക്കെ പറയും. നീ തിന്നാ ദൈവത്തെ പോലെ ആ നല്ല വലുതാവും. വളരെ വിശ്വസിച്ച അതാണ് അവന്റെ ചിന്തകൾ. പൗലോസ് 2 കൊരിന്ത്യർ 11 3-4 ഭാഗ്യത്തില് ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ, എന്നാൽ സർപ്പം ഹവ്വയെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിൽ നിന്നും വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വ്യതിചലിക്കപ്പെടും, വിശുദ്ധിയും ഒക്കെ നഷ്ടപ്പെടും. എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ
ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ പൗലോസ് പറയുന്നു, ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ വ്യത്യസ്തപ്പെട്ട യേശുണ്ടോ? ഒറ്റ യേശുവല്ല, പക്ഷെ അവർക്ക് വ്യത്യസ്തപ്പെട്ട യേശുക്കളാണ് പ്രസംഗിക്കുക. പൗലോസിനെ കൂടി കേൾക്കുന്ന യേശുവാണ് യഥാർത്ഥത്തിലുള്ള ജീസസ്. നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ വേറൊരുത്തം പറഞ്ഞിട്ട് സ്വീകരിച്ചാൽ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക. അനായാസം എന്ന് പറഞ്ഞാൽ ആരും പറയണ്ട, തന്നെ അവിടെ കിടങ്ങിപ്പോകും. ഇവിടുത്തെ രാമകൃഷ്ണൻ വന്ന് നിങ്ങളെ ബൈബിൾ പഠിപ്പിക്കാൻ വന്നാല്, ഒരു അരങ്ങാക്ഷം വന്നാല് ഇവിടുത്തെ കിട്ടുന്നുണ്ടോ? കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം പോയിരിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഇതൊരു 2 Corinthians 4:7 എന്താണെന്ന്, എന്നാൽ പരമമായ ശക്തി ദൈവത്തിന്റേതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രത്തിലാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് മൺപാത്രമുണ്ട് ആണോ? ഗ്ലാസാണോ? ഇതൊന്നും ഇടട്ടെ? വേണ്ടേ? ഇന്ന് പെറുക്കി കളയാന്നുണ്ടെങ്കിൽ ഞാൻ ഇടാം. ഇത് പൊട്ടോയില്ലേ? അപ്പൊ ഇത് മനസ്സിലാക്കണം, നമ്മുടെ വിശ്വാസം ഒരൊറ്റടുത്തം മതി നമ്മുടെ വിശ്വാസം കറക്കാൻ. മനസ്സിലായി? പെറുക്കി കളയാൻ, കലക്കി കളയാൻ, വ്യതിചരിച്ചു കളയും നമ്മളെ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞാൽ ഇപ്പൊ കേട്ട വേദന എന്താണെന്ന് നമ്മുടെ തൊണ്ണൂറ് വയത് 2 Corinthians 11 4 ആളുള്ളതാണ്. ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക. മറ്റൊരാത്മാവിനെ വേറെ ആത്മാവിനെ സ്വീകരിക്കുകയാണ് കേട്ടോ. വ്യത്യസ്തപ്പെട്ട ആത്മാവ് അത് സ്വീകരിക്കുക ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും. അതിനെല്ലാം അനായാസം കീഴടങ്ങുകയായിരിക്കും ചെയ്യും. നമ്മൾ അറിയുമോ നമ്മൾ മാറിപ്പോകുന്നത്? അറിയുകയില്ല. അതാണ് ഗലാത്യ 1:10 വനത്തിലെ വിശുദ്ധ പൗലോസ് പറയുന്നത്. മനുഷ്യരിൽ നിന്നോ മനുഷ്യൻ മുഖേനയോ അല്ല, യേശുക്രിസ്തു മുഖേനയും അവനെ മരിച്ചവരിൽ നിന്ന് വേർതിരിച്ച പിതാവ് മുഖേനയും അപ്പസ്തോലനായിരിക്കുന്ന പൗലോസായ ഞാനും എന്നോടുകൂടെയുള്ള എല്ലാ സഹോദരരും ഗലാത്യയിലെ സഭകൾക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന് നമ്മുടെ പിതാവായ ദൈവത്തിന്റെ അഭീഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവർ തന്നെ ബലിയർപ്പിച്ചു. ദൈവത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. ക്രിസ്തുവിന്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായ ഒരു സുവിശേഷത്തിലേക്ക് തിരിയുകയും ചെയ്യുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. ആശ്ചര്യം തോന്നുന്നു, ഇതെങ്ങനെ പെട്ടെന്ന് മാറുന്നുണ്ടോ? വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷവുമില്ല. എന്നാൽ നിങ്ങളെ ഉപദ്രവിക്കാനും ക്രിസ്തുവിന്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കാനും ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട്. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അത് മാറിപ്പോവും. നമ്മുടെ സ്നേഹം കുറയുമ്പോ സുവിശേഷം പ്രസംഗം മാറുന്നത് നിങ്ങൾ അറിയുമോ? ഇല്ല. പ്രസംഗിക്കോ? അതാണ് വെളിപാട് 2:10 വചനത്തില് ആദ്യമുണ്ടായ സ്നേഹം അവസാനം വരുന്ന നിലയിൽ ദീപപീഠം എന്താണ്? വാചനം. ഇവിടെ വചനമൊന്നും അവന് കിട്ടില്ല. എന്തോ കൃപയിലാണെങ്കിലോ തക്ക സമയങ്ങളിൽ വരണമല്ലോ ആത്മവൻ. അതോ അത് കിട്ടില്ല. കാണാപ്പുറം പഠിച്ചുകൊണ്ടൊക്കെ വരണം. കൃപയിലാണെങ്കിലോ അതോ. അതുകൊണ്ടാണ് ആ ചെറിയ പ്രവാചകൻ പറഞ്ഞ 1:4-11 ഞാൻ നീ ബാലനാണെന്ന് പറയരുത്. ഒന്നില്ല. നിന്റെ വായിൽ ഞാൻ കൊണ്ടുവന്ന് തന്നിരിക്കണം. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുന്നേ ഞാൻ നിന്നെ അറിഞ്ഞു. കേട്ടോ, നമ്മള് ജനിക്കുന്നുണ്ടോ? ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുൻപ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു.
വിശുദ്ധീകരിച്ചിട്ടാ വിട്ടതുകൊണ്ട് ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവല ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നത് എന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണെന്ന് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എന്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണുയർത്താനും നട്ടു വളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു.